KCN മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇന്നത്തെ നിക്ഷേപം ഇന്ന് തന്നെ സ്വർണം. Avenue Thailand Bed Studio NH17 Anagod, Kasaragod. City Gold Junction, Kasaragod and Uppala. ABC Sales Corporation, North Kottacheri, Kanyangar. Coloracle Maharani Gold Supermarket, Press Club Junction, Kasaragod. നമസ്കാരം. എല്ലാ KCN പ്രേക്ഷകർക്കും വിഷു ആശംസകൾ. ആദ്യം പ്രധാന വാർത്തകൾ. ചൊവ്വാഴ്ച വിഷു, സമൃദ്ധിയുടെ പൊൻകണി കാണുവാൻ നാടൊരുങ്ങി. തെരഞ്ഞെടുപ്പിന്റെ ചൂട് പടക്ക വിപണിയിലേക്ക് ചുവടുമാറി. കാസർകോട്ടെ പടക്ക വിപണിയിൽ വെടിക്കെട്ട് വിൽപ്പന. നിക്കാഹിന്റെ പവിത്രത കാത്തുസൂക്ഷിക്കുവാൻ മതനേതാക്കൾ രംഗത്ത് വരണമെന്ന് വനിതാ സംഘടനാ നേതാക്കൾ. നിർധന പെൺകുട്ടികളുടെ ഭാവി കൂടുതൽ സുരക്ഷിതമാക്കണമെന്നും ആവശ്യം. ഭക്തി പകർന്ന് ഓശാന പെരുന്നാൾ, നാടെങ്ങും വിവിധ പരിപാടികൾ. ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റി. കൊങ്കൺ പാതയിൽ ഗതാഗത തടസ്സം തുടരുന്നു. ദീർഘദൂര ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. വാർത്തകൾ വിശദമായി. ചൊവ്വാഴ്ച വിഷു, സമൃദ്ധിയുടെ പൊൻകണിയൊരുക്കി വിഷുവിനെ വരവേൽക്കുവാൻ നാടൊരുങ്ങി. മേടമാസപ്പിറവിയാണ് വിഷുദിനമായി ആഘോഷിക്കുന്നത്. അതിരാവിലെ കണി കാണലാണ് വിഷുദിനത്തിന്റെ പ്രത്യേകത. ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുന്നിലായി ഓട്ടുരുളിയിൽ നവധാന്യങ്ങൾക്കൊപ്പം കണിവെള്ളരി, കണിക്കൊന്ന, വെറ്റില, അടക്ക, വിവിധ ഇനം പഴങ്ങൾ, സ്വർണ്ണനാണയം, കണ്ണാടി തുടങ്ങിയവ കണിവയ്ക്കും. അതിരാവിലെ എഴുന്നേറ്റയുടൻ കാണുന്ന കണിയും ഇതായിരിക്കണം. ഭൂമി നമുക്ക് നൽകുന്ന വരദാനങ്ങളെ കണ്ണിറയെ ഒരുമിച്ച് കാണുന്നതാണ് വിഷുക്കണി. ഒരർത്ഥത്തിൽ മണ്ണിന്റെ സൗന്ദര്യത്തിന്റെയും നന്മയുടെയും നേർക്കുള്ള കൺതുറക്കൽ കൂടിയാണ് വിഷുക്കണി. സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ വിഷുക്കണി കണ്ടാൽ ജീവിതത്തിലും സമൃദ്ധിയും സൗന്ദര്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. വിഷുക്കണി കണ്ടയുടൻ തന്നെ വിഷു കൈനീട്ടം ലഭിക്കും. കുടുംബത്തിലെ മുതിർന്നയാളായിരിക്കും വിഷു കൈനീട്ടം നൽകുക. എത്ര തിരക്കിനിടയിലും വിഷുക്കണിയൊരുക്കുവാൻ മലയാളി മറക്കില്ല. വിഷുക്കണിക്കുള്ള സാധനങ്ങൾ വാങ്ങാനും വിഷുക്കോടി വാങ്ങാനും സദ്യയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങാനും എത്തിയവരുടെ തിരക്കിലായിരുന്നു തിങ്കളാഴ്ച നഗരം. പടക്ക വിപണിയിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. പച്ചക്കറിയുടെ വില വർധന വിഷുവിന്റെ ചെലവ് വർധനയ്ക്ക് ഇടയാക്കി. അവശ്യ സാധനങ്ങൾക്ക് തൊട്ടാൽ പൊള്ളുന്ന വിലയാണെങ്കിലും വിഷു ആഘോഷത്തിന്റെ മാറ്റു കുറയ്ക്കാൻ മലയാളികൾ തയ്യാറല്ല. വീടുകളിലും ക്ഷേത്രങ്ങളിലും തറവാട് വീടുകളിലുമെല്ലാം ഒരുക്കുന്ന കണി കാണാൻ വിഷുദിനത്തിൽ നിരവധി പേരാണ് എത്തിച്ചേരുന്നത്. ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും മലയാളികൾ പൂർത്തീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തിരഞ്ഞെടുപ്പിന്റെ ചൂട് പടക്ക വിപണിയിലേക്ക് ചുവടുമാറി. കാസർകോട്ടെ പടക്ക വിപണിയിൽ തിങ്കളാഴ്ച നടന്നത് വെടിക്കെട്ട് വിൽപ്പന. തെരഞ്ഞെടുപ്പ് ചൂടിലായിരുന്ന നാട് വളരെ പെട്ടെന്നാണ് വിഷുത്തിരക്കിലേക്ക് ചുവടുമാറിയത്. വിഷുത്തലേന്ന് വൻ തിരക്കാണ് കാസർഗോഡ് നഗരത്തിൽ അനുഭവപ്പെട്ടത്. പടക്ക വിപണിയിലാകട്ടെ തെരഞ്ഞെടുപ്പ് ചൂടിനേക്കാളും ചൂടുപിടിച്ച കച്ചവടമാണ് തിങ്കളാഴ്ച നടന്നത്. നഗരത്തിലെ ഓരോ പടക്കക്കടകളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇത്തവണയും മിന്നൽ പടക്കങ്ങൾക്കും ആകാശത്ത് വർണ്ണം വിതറുന്ന ചൈനീസ് പടക്കങ്ങൾക്കുമാണ് ആവശ്യക്കാർ ഏറെ. വലിയ ശബ്ദമില്ലാതെ പൊട്ടുന്നതും ആകാശത്ത് വർണ്ണ വിസ്മയം തീർക്കുകയും ചെയ്യുന്ന ചൈനീസ് പടക്കങ്ങൾ തന്നെയായിരുന്നു ഇത്തവണത്തെ താരങ്ങൾ. നിറത്തിലും രൂപത്തിലും പൊട്ടുന്ന അഷ്റാകോട്ട്, ആകാശത്ത് വർണ്ണമാകുന്ന ജോളി ഷോട്ട്സ് എന്നിവ പടക്ക വിപണിയിലെ വ്യത്യസ്ത ഇനങ്ങളായിരുന്നു. ബെൻടൺ, കിറ്റ്, ചിറ്റ്പുട്ട്, മ്യൂസിക് പെൻസിൽ, ചറപറ, ചെങ്കോട്ട, ഉൾട്ടാപുട്ട, 5 സ്റ്റാർ തുടങ്ങിയ പടക്കങ്ങളും പടക്ക വിപണിയിലെ ആകർഷണീയ ഇനങ്ങളാണ്. കുട്ടികളുടെ ഇഷ്ട ഇനങ്ങളായ കമ്പിത്തിരി, നിലച്ചക്രം, പൂക്കുറ്റി, ലക്ഷ്മി എന്നീ പടക്കങ്ങളുടെയും കച്ചവടം പൊടിപൊടിച്ചു.
ഈ ഇനം പടക്കങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ അതേ വില തന്നെയായിരുന്നു. പൂക്കുറ്റിയുടെ വില 10 രൂപ മുതൽ 200 രൂപ വരെയാണ്. വലിപ്പത്തിനനുസരിച്ച് 300 രൂപ മുതൽ 2000 രൂപ വരെയാണ് മാലപ്പടക്കത്തിന്റെ വില. പടക്കങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ വിലയേക്കാൾ കാര്യമായ വർധനവ് ഉണ്ടായിട്ടില്ല എന്ന് പടക്ക വ്യാപാരികൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ പടക്ക വിപണിയിൽ മികച്ച കച്ചവടമാണ് നടന്നതെന്നും വ്യാപാരികൾ പറയുന്നു. എന്തായാലും വിഷു വിപണിയിൽ വിൽപ്പനയുടെ പൂരം തന്നെയാണ് തിങ്കളാഴ്ച നടന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിഷു വിപണിയിലെ പ്രധാന ആകർഷണീയമായ ഇനങ്ങളായിരുന്നു ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരാണ് ദേശീയപാതയോരങ്ങളിൽ ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ വിൽപ്പനയ്ക്കായി എത്തിച്ചത്. വിഷുവിനോടനുബന്ധിച്ച് ദേശീയപാതയോരങ്ങളിൽ വിൽപ്പനയ്ക്ക് വെച്ച ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ നിറമുള്ള കാഴ്ചയായിരുന്നു. വിഷു പുലരിയിൽ കണിയൊരുക്കുമ്പോൾ ശ്രീകൃഷ്ണ വിഗ്രഹം അനിവാര്യമാണ്. ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുന്നിലാണ് മലയാളികൾ കണിയൊരുക്കുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് മലയാളികൾക്ക് കണിയൊരുക്കുവാനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം വിൽപ്പനയ്ക്കായി എത്തിക്കുന്നത്. ദേശീയപാതയോരങ്ങളിൽ വിവിധ നിറങ്ങളിലും വലിപ്പത്തിലുമുള്ള 100 കണക്കിന് വിഗ്രഹങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു. 150 മുതൽ 1000 രൂപ വരെയാണ് വിഗ്രഹങ്ങളുടെ വില. വിഷു വിപണി മുന്നിൽ കണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കുടുംബമായി എത്തി ജില്ലയിലെ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് വിഗ്രഹങ്ങൾ ഒരുക്കി വിൽപ്പന നടത്തുന്നതാണ് ഇവരുടെ രീതി. വീടുകൾ തോറും കൊണ്ടു നടന്ന് വിൽപ്പന നടത്തുന്നവരും സംഘത്തിലുണ്ട്. വിഷു കണി ഒരുക്കുന്നതിനായി പല നിറത്തിലും വലിപ്പത്തിലുമുള്ള വിഗ്രഹങ്ങൾ വാങ്ങാൻ നിരവധി പേരാണ് എത്തുന്നത്. കാസർഗോഡ്, കാഞ്ഞങ്ങാട്, നീലേശ്വരം, കാലിക്കടവ് തുടങ്ങിയ ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും വിൽപ്പന നടന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കണിക്കലങ്ങളുടെ കച്ചവടം വിഷു വിപണിയിലെ വേറിട്ട കാഴ്ചയായി. വിഷുദിനത്തിലെ പ്രധാന ചടങ്ങായ കണി ഒരുക്കുവാനായി നിരവധി ആവശ്യക്കാരാണ് കലം വാങ്ങുവാനായി എത്തിയത്. വിപണിയിൽ നിരത്തുന്ന കണിക്കലങ്ങൾക്ക് പിന്നിൽ യാതനയുടെയും ദുരിതത്തിന്റെയും 100 കഥകളുമായാണ് ഓരോ വിഷുക്കാലവും ഇവർക്ക് കടന്നുപോകുന്നത്. മടിക്കൈ, എരിക്കുളം, പെരിയ, കായക്കുളം പ്രദേശങ്ങളിൽ നിന്നുമാണ് കണിക്കലങ്ങൾ കാഞ്ഞങ്ങാട്ടെ വിപണിയിലെത്തുന്നത്. മടിക്കൈ, എരിക്കുളത്ത് മാത്രമായി 300ഓളം കുടുംബങ്ങൾ കലം ഉണ്ടാക്കുന്ന പരമ്പരാഗത തൊഴിലിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മണ്ണും മണലും കിട്ടാത്തതിനാൽ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് ഈ കുടിൽ വ്യവസായം കടന്നുപോകുന്നത്. വിറകിന്റെ ക്ഷാമവും ഇവർക്ക് തിരിച്ചടിയായി. പഴയ തൊഴിലാളികൾ മാത്രമാണ് ഇപ്പോഴും ഈ തൊഴിലിൽ നിലനിൽക്കുന്നത്. വിഷുവിന് മാത്രമായാണ് ഇത്തരം കണിക്കലങ്ങൾ നിർമ്മിക്കുന്നത്. 3 ദിവസത്തിനകം മുഴുവൻ കലങ്ങളും വിറ്റുതീർന്നാൽ മാത്രമേ തൊഴിലാളികൾക്ക് പ്രതീക്ഷിച്ച ലാഭം കിട്ടുകയുള്ളൂ. നിലവിൽ കാഞ്ഞങ്ങാട്ടെ വിപണിയിൽ കലം ഒന്നിന് 80 രൂപയാണ് വാങ്ങുന്നത്. വീടുതോറും എത്തിക്കുന്ന കലങ്ങൾക്ക് 100 രൂപയാണ് ഈടാക്കുന്നത്. വലിയ ലാഭമുണ്ടാക്കാനല്ല, ശീലിച്ച തൊഴിൽ ചെയ്യുകയാണെന്ന് ഒരു തൊഴിലാളി പറഞ്ഞു. മുമ്പെല്ലാം ഞങ്ങൾ ഇത് തലമ വെച്ചിട്ട് കൊണ്ടിരുന്നത്. ഇപ്പോൾ തലമ വെച്ചിരുന്ന് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ നടക്കാനൊന്നും കഴിയാതെ കൊണ്ട് വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ഇറക്കിയിട്ട് ഇടുന്ന് കൊടുക്കുന്നതാണ്. പിന്നെ വീടുള്ള ഞങ്ങൾ കൊണ്ടുപോകും, വീടുള്ള കൊടുക്കും. അങ്ങനെയെല്ലാം തന്നെ ഇത് എന്നാൽ വിഷമില്ല പണി തന്നെ. മണ്ണ് വേണം, വെറു വേണം, ചായയിലെ പൊയ്യ വേണം. പൊയ്യക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് പൈസ കൊടുക്കണം, വെറിന് പൈസ കൊടുക്കണം, മണ്ണിന് പൈസ കൊടുക്കണം. എല്ലാം പൈസ കൊണ്ടില്ലാതെ കളി തന്നെ ഞങ്ങൾക്ക്. പൈസ കൊടുക്കാതെ ഒരു സാധനം ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടില്ല. അതുകൊണ്ട് എന്നാൽ ബുദ്ധിമുട്ടിൻ്റെ പണി ആയിട്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് ഇതില്ലത്. പുതിയ തലമുറയിൽപ്പെട്ടവർ ഈ തൊഴിലിൽ എത്താത്തതിന്റെ സങ്കടവും അവർ മറച്ചുവെച്ചില്ല. കത്തുന്ന വെയിലിലും പറ്റാവുന്നത്ര കലങ്ങൾ വിറ്റു തീർക്കാനുള്ള തത്രപ്പാടിലാണ് ഈ തൊഴിലാളികൾ. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ 123ാം ജന്മദിന വാർഷികം നാടെങ്ങും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി SC/ST മോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംബേദ്കറുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി.
BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന പരിപാടിയിൽ BJP ജില്ലാ പ്രസിഡന്റ് P. സുരേഷ് കുമാർ ഷെട്ടി, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്, SC/ST മോർച്ച നേതാവ് രാമപ്പ മഞ്ചേശ്വരം, S. കുമാർ, G. ചന്ദ്രൻ, അനിത R. നായക്, ശ്രീലത തുടങ്ങിയവർ സംബന്ധിച്ചു. നിക്കാഹിന്റെ പവിത്രത കാത്തുസൂക്ഷിക്കുവാൻ മതനേതാക്കൾ രംഗത്ത് വരണമെന്ന് ദേശീയ മനുഷ്യാവകാശ വനിതാ സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. പെൺകുട്ടികളെ പ്രായപൂർത്തിയാകാതെ കല്യാണം കഴിപ്പിക്കുന്നത് പണ്ഡിതന്മാർ ഇടപെട്ട് തടയണം. ചില പ്രദേശങ്ങളിലെ മഹൽ കമ്മിറ്റിയിൽപ്പെട്ട പ്രാധാന്യമില്ലാത്ത ചില ഉസ്താദ്മാർ വരന്റെയും വീട്ടുകാരുടെയും കയ്യിൽ നിന്ന് പണം വാങ്ങി ഇത്തരത്തിൽ നിക്കാഹ് നടത്തിക്കൊടുക്കുന്നത് നിരവധി പെൺകുട്ടികളുടെ ഭാവി ജീവിതം തകർക്കുകയാണ്. മുസ്ലിം സമുദായത്തിൽ നിക്കാഹ് എന്ന പ്രധാന ചടങ്ങ് കഴിഞ്ഞാൽ അവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. വിവാഹ സൽക്കാരം എന്നത് സമുദായത്തിൽ പ്രാധാന്യമില്ലാത്ത ചടങ്ങാണെന്നും അവർ പറഞ്ഞു. പ്രായപൂർത്തിയായ പെൺകുട്ടികളെ നിക്കാഹ് ചെയ്ത ശേഷം അവരെ പല രീതിയിലും ഉപയോഗപ്പെടുത്തുകയും ഇതിനുശേഷം അവരെ ഒഴിവാക്കി നിയമപ്രകാരം മറ്റൊരു വിവാഹത്തിനു ശ്രമിക്കുന്നത് പെൺകുട്ടികളോടും അവരുടെ കുടുംബത്തോടും ചെയ്യുന്ന ക്രൂരതയാണ്. നിക്കാഹ് ചെയ്ത പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്ന യുവാക്കൾ അവരെ തഴഞ്ഞ് നിയമപ്രകാരം 18 വയസ്സ് തികഞ്ഞ പെൺകുട്ടിയെ വിവാഹം കഴിക്കുമ്പോൾ അത് തടയണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെത്തുന്ന ആദ്യ ഭാര്യയോട് പ്രായപൂർത്തിയാകാത്തതിന്റെ പേരിൽ നടപടി സ്വീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് രണ്ടാം വിവാഹത്തിന് പ്രോത്സാഹനം നൽകുന്നത് അവസാനിപ്പിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു. നിക്കാഹ് കഴിഞ്ഞ് 2 വർഷം എത്തിയ ഒരു പെൺകുട്ടിയെ ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്ന പെൺകുട്ടിയുടെ ഭർത്താവ്, അങ്ങനെ തന്നെയാണ് പറയുന്നത് മുസ്ലിമിന്റെ സമുദായത്തിൽ പറയുന്നത്. 18 വയസ്സ് താഴേക്കുള്ള മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികളെ അവിടെ ആരിടപെട്ടാലും, നിക്കാഹ് കഴിഞ്ഞിരിക്കുന്ന പെൺകുട്ടികളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്ന നിക്കാഹ് കഴിഞ്ഞിരിക്കുന്ന പെൺകുട്ടികളെ ജീവിതത്തിലേക്ക് ഏത് വലിയ തമ്പുരന്മാരും ഇടപെടാൻ സമ്മതിക്കില്ല. അവിടെ ആ കുട്ടിയുടെ ജീവിതം കാരണം മനസ്സിലാക്കേണ്ടേ, താന്തോന്നികളായ വില്ലന്മാരായ പയ്യന്മാര് പുറകെ നടന്നിട്ട് കാരണവന്മാരുടെ പുറകെ നടന്ന് നിക്കാഹ് കഴിപ്പിക്കുന്നു. കാരണവന്മാരുടെ പുറകെ നടന്ന് നിക്കാഹ് കഴിപ്പിച്ചിട്ട് നിക്കാഹ് കഴിഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും ആയി ജീവിക്കുന്ന, അതിന് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഫംഗ്ഷൻ, കല്യാണം എന്ന് പറയുന്ന ഒരു ചെറിയ ഫംഗ്ഷൻ അവിടെ പ്രാധാന്യമില്ല. മുസ്ലിം സമുദായത്തിന് കല്യാണം എന്ന് പറയുന്നത് കുറച്ച് ബന്ധുക്കളെയും കുറച്ച് അയൽവാസികളെയും മറ്റ് സുഹൃത്തുക്കളെയും വിളിച്ചു നടത്തുന്ന ഒരു ചടങ്ങാണത്. ആ ചടങ്ങിന് മുസ്ലിം സമുദായത്തിൽ പ്രാധാന്യമില്ല. ഒരാഴ്ച മുമ്പ് ചന്ദേര പോലീസ് സ്റ്റേഷനിൽ ഇത്തരം പരാതിയുമായി എത്തിയപ്പോൾ പോലീസ് പെൺകുട്ടിയോടും ഇക്കാര്യം ഉന്നയിച്ചെത്തിയ തങ്ങളോടും അപമര്യാദയായി പെരുമാറിയിരുന്നുവെന്നും അവർ കുറ്റപ്പെടുത്തി. ദേശീയ മനുഷ്യാവകാശ വനിതാ കമ്മീഷൻ സംഘടനാ സംസ്ഥാന ചെയർപേഴ്സൺ സുലേഖ അഷ്റഫ്, ജില്ലാ ഭാരവാഹികളായ ഷമീബ, ഉമൈബ ബാനു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. മഹാരാഷ്ട്ര രത്നഗിരിക്കടുത്ത് ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റി കൊങ്കൺ പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പല ദീർഘദൂര ട്രെയിനുകളും വഴിതിരിച്ചുവിട്ടു. കാസർഗോട്ടടക്കമുള്ള പല റെയിൽവേ സ്റ്റേഷനുകളിലേക്കും മണിക്കൂറുകൾ വൈകിയായിരിക്കും പല ദീർഘദൂര ട്രെയിനുകളും എത്തുക. മഹാരാഷ്ട്ര രത്നഗിരിക്കടുത്ത് ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റി കൊങ്കൺ പാതയിലുണ്ടായ ഗതാഗത തടസ്സം തുടരുന്നു. രത്നഗിരിയിൽ നിന്നും 30 കിലോമീറ്റർ അകലെ ഉക്സിക്കും സംഗമേശ്വറിനും ഇടയിൽ കൊങ്കൺ പാതയിലെ തുരങ്കത്തിനകത്താണ് ചരക്ക് വണ്ടിയുടെ 5 ബോഗികൾ പാളം തെറ്റിയത്. ഇതേ തുടർന്ന് പല ട്രെയിനുകളും വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്. മംഗലാപുരം ലോകമാന്യ തിലക് മത്സ്യഗന്ധ എക്സ്പ്രസ്, മംഗലാപുരം മുംബൈ CST എക്സ്പ്രസ് എന്നിവ യാത്ര റദ്ദാക്കി. കേരളത്തിൽ നിന്ന് കൊങ്കൺ പാത വഴിയുള്ള കൊച്ചുവേളി, ചണ്ഡീഗഡ്, തിരുവനന്തപുരം ഹാപ്പ, എറണാകുളം നിസാമുദ്ദീൻ മംഗള ഉൾപ്പെടെയുള്ള ദീർഘദൂര ട്രെയിനുകൾ ഷൊർണൂരിൽ നിന്നും പാലക്കാട് വഴി തിരിച്ചുവിട്ടു. ഇതേ തുടർന്ന് കാസർഗോട്ടടക്കമുള്ള പല റെയിൽവേ സ്റ്റേഷനുകളിലേക്കും മണിക്കൂറുകൾ വൈകിയായിരിക്കും ദീർഘദൂര ട്രെയിനുകൾ എത്തുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. യുവതി ബൈക്കിൽ നിന്നും തെറിച്ചു വീണു. ബൈക്ക് നിർത്താതെ പോയത് ദുരൂഹതയുണർത്തുന്നു. കുഞ്ചത്തൂരിലാണ് സംഭവം നടന്നത്. ഗുരുതരമായി പരിക്കേറ്റ യുവതി ഇപ്പോൾ മംഗലാപുരം ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ദുരൂഹതയുണർത്തുന്ന നാടകീയ രംഗങ്ങൾ കുഞ്ചത്തൂരിൽ അരങ്ങേറിയത്. 7 മണിയോടെ തലപ്പാടി ഭാഗത്തു നിന്നും കുമ്പളയിലേക്ക് ചീറിപ്പാഞ്ഞു പോകുകയായിരുന്ന ബൈക്കിൽ നിന്നും യുവതി തെറിച്ചു വീണു. നാട്ടുകാർ ഓടിക്കൂടിയപ്പോൾ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന യുവതിയെ. വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ ബഡാജെ സ്വദേശിനിയാണെന്നും ലീലാവതി എന്നാണ് പേരുമെന്നും യുവതി പറഞ്ഞു. നാട്ടുകാർ ഉടൻ തന്നെ യുവതിയെ മഞ്ചേശ്വരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ നില ഗുരുതരമായതിനാൽ പിന്നീട് മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് യുവതിയെ മാറ്റി. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും സംഭവത്തിലെ ദുരൂഹത നീക്കുവാൻ പോലീസിന് ഇനിയും സാധിച്ചിട്ടില്ല.
ബൈക്കിൽ ഉണ്ടായിരുന്നത് ആരാണെന്ന കാര്യം പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ടെങ്കിലും യുവതിക്ക് ബോധം വന്നാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. യുവതി തലപ്പാടിയിലെ ഐസ്ക്രീം ഫാക്ടറിയിലെ ജോലിക്കാരിയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തായിരുന്നു അപകടം നടന്നത്. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം മംഗലാപുരം ദേശീയപാതയിൽ ഞായറാഴ്ച വൈകിട്ടോടെയായിരുന്നു അപകടം. മംഗലാപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന TVS ബൈക്കിലേക്ക് ഒരു ഓട്ടോറിക്ഷ ഇടിച്ചു. ഇടിയെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് ബസ്സിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ യാത്രക്കാരനെ കാസർഗോഡ് സ്വകാര്യ ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മുണ്ടിത്തടുക്കയിലെ ഇസ്മായിലിന്റെ പേരിലുള്ളതാണ് ബൈക്ക്. ഭക്തിയിലലിഞ്ഞ് കുരുത്തോല പ്രദക്ഷിണം. ആഹ്ലാദപൂർവ്വമാണ് നാടെങ്ങും ഓശാന പെരുന്നാൾ ആഘോഷിച്ചത്. ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെയാണ് ഓശാന പെരുന്നാൾ ആഘോഷിച്ചത്. രാവിലെ കുരുത്തോലകളുമായി വിശ്വാസികൾ ദേവാലയ പ്രദക്ഷിണം നടത്തി. കോട്ടക്കണി സെന്റ് ജോസഫ് ചർച്ച്, കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ വ്യാകുലമാതാ ചർച്ച് തുടങ്ങിയ ചർച്ചുകളിൽ ചടങ്ങുകൾ നടന്നു. आपले भूतल प्रगट केला जागोबांच्या बापा निर्णय स्वरूपा दे तिसरे പുരോഹിതർ വെഞ്ചിരിച്ചു നൽകിയ കുരുത്തോലകളുമേന്തിയാണ് വിശ്വാസികൾ പ്രദക്ഷിണം നടത്തിയത്. പെസഹ വ്യാഴാഴ്ച ഭവനങ്ങളിൽ ഉണ്ടാക്കുന്ന പൊളിപ്പിക്കാത്ത അപ്പത്തിനു മുകളിൽ കുരിശുരൂപമുണ്ടാക്കും. ഇനി ഈസ്റ്റർ വരെയുള്ള ദിവസങ്ങളിൽ പള്ളികളിലും ഭവനങ്ങളിലും പ്രാർത്ഥനാമുഖരിതമാവും. പുരോഹിതന്മാർ വെഞ്ചരിച്ചു നൽകിയ കുരുത്തോലകളുമേന്തിയാണ് പ്രദക്ഷിണം നടത്തിയത്. 2 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു കഴുതപ്പുറത്ത് കയറി ജെറൂസലം ദേവാലയത്തിലേക്ക് നടത്തിയ ചരിത്ര യാത്രയാണ് ഓശാന അനുസ്മരിക്കുന്നത്. കുരുത്തോല പ്രദക്ഷിണത്തിനു ശേഷം ഇവ വർഷം മുഴുവൻ വിശ്വാസികൾ വീട്ടിൽ സൂക്ഷിക്കുകയും ചെയ്യും. വാർത്തകൾ തുടരുന്നു. മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം വാർഷികോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. തിങ്കളാഴ്ച രാവിലെ കൊടിയേറിയതോടെയാണ് ക്ഷേത്രോത്സവത്തിന് ആരംഭം കുറിച്ചത്. തിങ്കളാഴ്ച രാവിലെ നടന്ന വേദപുരാണത്തിന് ശേഷമാണ് ക്ഷേത്രോത്സവത്തിന് കൊടിയേറിയത്. തുടർന്ന് സഹസ്ര കുംഭാഭിഷേകവും വിവിധ പൂജകളും കലാപരിപാടികളും നടന്നു. വിശുദ്ധമായ ചൊവ്വാഴ്ച രാവിലെ 5 മണിക്ക് ദീപോത്സവം നടക്കും. തുടർന്ന് വിശേഷ ബലിയും വിവിധ പൂജകളും ഉണ്ടാകും. 18-ന് മഹോത്സവം സമാപിക്കും. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ ഈ വർഷത്തെ പുസ്തകോത്സവം 17 മുതൽ 20 വരെ പാലക്കുന്നിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 17-ന് രാവിലെ 10:30-ന് ഏഴാച്ചേരി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കെ കുഞ്ഞിരാമൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. NA നെല്ലിക്കുന്ന് MLA മുഖ്യാതിഥിയായിരിക്കും. രാത്രി 7-ന് നടക്കുന്ന നാടകോത്സവം PK ജയരാജ് ഉദ്ഘാടനം ചെയ്യും. 18-ന് രാവിലെ 10:30-ന് ചെറുകാട് ജന്മശതാബ്ദി സെമിനാർ നടക്കും. ഇ ചന്ദ്രശേഖരൻ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്യും.
19 രാവിലെ 11 മണിക്ക് നടക്കുന്ന കവിതാലാപന വേദി പ്രശസ്ത കന്നഡ സിനിമ പിന്നണി ഗായകൻ രമേശ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്യും. 20 ഉച്ചയ്ക്ക് 2:30 സമാപന സമ്മേളനം നടക്കും. ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കസ്തൂരി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് ജില്ലയിലെ പുസ്തകോത്സവം എല്ലാ വർഷവും വളരെ വിപുലമായ രീതിയിലാണ് ആഘോഷിച്ചുവരുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വളരെ പ്രശസ്തരായ പ്രസാധകരുടെ പുതിയ ടൈറ്റിലുകൾ എല്ലാം ഉൾപ്പെടുന്ന രീതിയിലുള്ള പുസ്തകോത്സവമാണ് സംഘടിപ്പിക്കുന്നത്. അതോടനുബന്ധിച്ച് മറ്റ് സാംസ്കാരിക പരിപാടികളും എല്ലാ വർഷവും നടത്താറുള്ളത്. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ, PVK പനയാൽ, ഇ രാജൻ, PP മോഹനൻ എന്നിവർ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. മംഗലാപുരം വിമാനത്താവളം വഴി സ്വർണം കടത്തുവാൻ ശ്രമിച്ച 2 കാസർഗോഡ് സ്വദേശികളെ അറസ്റ്റ് ചെയ്തു. ബേക്കൽ കപ്പണക്കാൽ സ്വദേശി മുഹമ്മദ് അൻവർ, കുമ്പള ആരിക്കാടിയിലെ അബൂബക്കർ സിദ്ദിഖ് എന്നിവരെയാണ് 59 പവൻ സ്വർണ്ണാഭരണങ്ങളുമായി അറസ്റ്റ് ചെയ്തത്. കാസർഗോഡ് തായിലങ്ങാടിയിൽ ഓടിക്കൊണ്ടിരുന്ന മാരുതി വാനിന് തീപിടിച്ചു. തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെയാണ് സംഭവം. അണങ്കൂരിലെ ജോസഫിന്റെ മാരുതി വാനാണ് കത്തി നശിച്ചത്. മക്കളെ റെയിൽവേ സ്റ്റേഷനിൽ വിട്ട് ജോസഫ് മടങ്ങുന്നതിനിടയിലാണ് അപകടം നടന്നത്. ഉദുമയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് മർദ്ദനമേറ്റു. ഉദുമ പടിഞ്ഞാറിലെ അനീഷിനാണ് മർദ്ദനമേറ്റത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അക്രമത്തിൽ കലാശിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ അനീഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. വാർത്തകൾ തുടരുന്നു. വേലേശ്വരം വിശ്വഭാരതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ഏകദിന ഡേ ആൻഡ് നൈറ്റ് വോളിബോൾ മത്സരത്തിന് സമാപനം. ആവേശം നിറഞ്ഞ കളി കാണുവാൻ നിരവധി പേരാണ് എത്തിയത്. വേലേശ്വരത്ത് വെച്ച് സംഘടിപ്പിച്ച ഏകദിന ഡേ നൈറ്റ് ഗ്രാമീണ വോളി മത്സരത്തിൽ വിശ്വഭാരതി വേലേശ്വരം ജേതാക്കളായി. AKG കുമ്പള 2ാം സ്ഥാനം നേടി. DYFA ബ്ലോക്ക് സെക്രട്ടറി ശിവജി വെള്ളിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെല്ലാം കലാ സാംസ്കാരിക സംഘടനകളുടെ പേരിൽ ഓരോ ഘട്ടത്തിലും ചില താല്പര്യങ്ങളുടെയെല്ലാം അടിസ്ഥാനത്തിൽ രൂപീകരിക്കുകയും, എന്നാൽ അതിന്റെ ആയുസ് എന്ന് പറയുന്നത് കേവലം 1-2 വർഷത്തിനുള്ളിൽ അവസാനിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് പൊതുവെ കാണാൻ വേണ്ടി കഴിയും. കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി. കെ ബാലകൃഷ്ണൻ തീർത്ഥം, വി നാരായണൻ, AV ബാലകൃഷ്ണൻ, T കൃപേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വിജയികൾക്ക് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിജയൻ സമ്മാനദാനം നടത്തി. വി ബാലകൃഷ്ണൻ, KV രഘു, ഷാഹുൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചൊവ്വാഴ്ച വിഷു, സമൃദ്ധിയുടെ പൊൻകണി കാണുവാൻ നാടൊരുങ്ങി. തെരഞ്ഞെടുപ്പിന്റെ ചൂട് പടക്ക വിപണിയിലേക്ക് ചുവടുമാറി. കാസർകോട്ടെ പടക്ക വിപണിയിൽ വെടിക്കെട്ട് വിൽപ്പന. നിക്കാഹിന്റെ പവിത്രത കാത്തുസൂക്ഷിക്കുവാൻ മതനേതാക്കൾ രംഗത്ത് വരണമെന്ന് വനിതാ സംഘടനാ നേതാക്കൾ. നിർധന പെൺകുട്ടികളുടെ ഭാവി കൂടുതൽ സുരക്ഷിതമാക്കണമെന്നും ആവശ്യം. ഭക്തി പകർന്ന് ഓശാന പെരുന്നാൾ, നാടെങ്ങും വിവിധ പരിപാടികൾ. ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റി. കൊങ്കൺ പാതയിൽ ഗതാഗത തടസ്സം തുടരുന്നു. ദീർഘദൂര ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. ഇതോടെ KCN മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.